പൊതുപ്രവർത്തകനായി നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ എന്തെല്ലാം നന്മകൾ ഈ നാട്ടിൽ 5 വർഷം കൊണ്ട് ചെയ്യുന്നുവോ ആ നന്മയുടെ ഒരു ഭാഗം, ഒരു ഓഹരി, ഒരു പ്രതിഫലം എനിക്കും കിട്ടുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നന്മയുള്ളവരെ നമ്മൾ തിരഞ്ഞെടുത്തു. അദ്ദേഹം ഈ നാടിൽ നന്മ മാത്രമേ ചെയ്തുള്ളൂ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണ്, നല്ല സ്നേഹമുള്ള ആളാണ്. അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, അത് ബാക്കിക്കാരനായിക്കൊള്ളട്ടെ. നമുക്ക് തോന്നണം അദ്ദേഹം നന്മയുള്ളവരാണ്, നാടിന് നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുള്ളൂ എന്ന് ബോധ്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തിനെ ജയിപ്പിക്കുകയും അതേപോലെ അദ്ദേഹം നന്മ ചെയ്യുകയും ചെയ്താൽ അദ്ദേഹം ആർക്കെല്ലാം നന്മ ചെയ്യുന്നുവോ ആ നന്മയുടെ പ്രതിഫലം ഈ വോട്ട് ചെയ്ത, ശുപാർശ ചെയ്ത, റെക്കമെൻഡ് ചെയ്ത എനിക്കും നിങ്ങൾക്കും കിട്ടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അദ്ദേഹം ഈ നാട് മുഴുവൻ, ഈ വാർഡ് മുഴുവൻ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു ആ നന്മയുടെ വിഹിതം ആർക്കും കിട്ടും വോട്ട് ചെയ്ത. കാരണം ഞാനാണ് റെക്കമെൻഡ് ചെയ്ത് അദ്ദേഹത്തിനെ ഒരു പ്രവർത്തകനാക്കിയത്, ഒരു മെമ്പറാക്കിയത്, ഒരു MLA ആക്കിയത്, ഒരു മന്ത്രിയാക്കിയത് എന്റെ വോട്ട് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുവോ അതിന്റെ എല്ലാം തവാബ് എനിക്ക് കിട്ടും, ഉറപ്പാണ്. ومن يشفع شفاعة سيئة يكن له كفل منها. രണ്ടാമത് വീണ്ടും പറയുന്നു, ആരാണോ ഒരു വിവരദോഷിയെ, ഒരു പാപിയെ, ഒരു അക്രമിയെ, ഒരു അനീതി കാണിക്കുന്ന, അധർമ്മത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ ശഫാഅത്ത് ചെയ്തുകൊണ്ട്, ശുപാർശ ചെയ്തുകൊണ്ട്, റെക്കമെൻഡ് ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറക്കുന്നത് അവനെല്ലാം അക്രമങ്ങളാണോ, അനീതിയാണോ, അഴിമതിയാണോ, കള്ളത്തരങ്ങളാണോ, എന്തെല്ലാം വഞ്ചനയാണോ ആ പൊതുപ്രവർത്തനത്തിലൂടെ അവൻ കാണിക്കുന്നത്, അതിന്റെ ഒരു വിഹിതം ഓഹരി, ആ തെറ്റിന്റെ ഒരു ഓഹരി വോട്ട് ചെയ്ത് ജയിപ്പിച്ച എനിക്കും കിട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ